ഹായ് എവരി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനലിൻ്റെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റിലെ സെക്ഷൻ ബി ആണ്. ഏകദേശം ഒരു 60+ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ആ ഒരു 50% നിന്ന് മാത്രം. QT ഏരിയ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പൊതുവെ പറയുക. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഓർ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യപ്പെടുന്നത് സിയുടെ മെറ്റീരിയൽസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. സിയുടെ ഓൾഡ് സിലബസിൻ്റെ ഫൈനലിലെ അഡ്വാൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്. അത് കവർ ചെയ്യുമ്പോഴാണ് ഇതിലൊരു ഫുൾ ക്ലാരിറ്റി കിട്ടുന്നത്. എക്സാം വളരെ ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഒരു മെറ്റീരിയൽ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കവർ ചെയ്യുന്നത് അതായിരിക്കും. സോ വീഡിയോയിലോട്ട് പോകും. സോ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂള് PERT ആണ്. PERT മീൻസ് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് നമ്മൾ ഇൻ്റർമീഡിയറ്റിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആക്ടിവിറ്റികൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നെറ്റ്വർക്ക് അനാലിസിസ് ആക്ടിവിറ്റി. എന്താണ് ആക്ടിവിറ്റി? ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു വീടെന്ന് പറയുന്ന, ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം അതിനെയാണ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ലെറ്റ്സ് സേ ദ ആക്ടിവിറ്റി എ. ഈ ആക്ടിവിറ്റിക്ക് നമ്മളൊരു ഡ്യൂറേഷൻ പറയാറുണ്ട്. മേ ബി ഒരു 6 ദിവസം, 6 days. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ ആക്ടിവിറ്റിക്ക് 6 days ആണെന്ന് നമുക്ക് മനസ്സിലാകുക? ചില ആളുകൾ പറയും ബുക്കിലുണ്ട്. ബുക്കിൽ നിന്ന് എവിടുന്ന് കിട്ടി? അതിന് മറുപടി, ഈ വർക്ക് ഇതിന് മുമ്പ് ആരോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടല്ല ഈ വർക്ക് ചെയ്യുന്നത്. നമ്മൾ രണ്ടാമതോ മൂന്നാമതോ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡ്യൂ ടു അവർ പ്രീവിയസ് എക്സ്പീരിയൻസ്. അപ്പോൾ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിലൂടെ ഈ എ എന്ന് പറയുന്ന വർക്കിന് എത്ര ടൈം എടുക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സപ്പോസ് ഈ എ എന്ന് പറയുന്ന വർക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കാണെങ്കിൽ അതിൻ്റെ സമയം എനിക്കറിയില്ല. അങ്ങനെ സമയം അറിയില്ലെങ്കിൽ ആ ടോപ്പിക്കിനെ നമ്മൾ PERT എന്നാണ് പറയുക. PERT. ഓക്കെ. അപ്പോൾ സമയം അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പം 3 സമയം പറയേണ്ടതായിട്ട് വരും. അങ്ങനെ സമയം അറിയില്ലെങ്കിൽ 3 സമയം പറയേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ സമയം TO, ഒപ്റ്റിമിസ്റ്റിക് ടൈം. രണ്ടാമത് TP. ഈ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം വിചാരിച്ചതിനേക്കാൾ സൂപ്പർബായി നടന്നാൽ, വളരെ ലക്കുണ്ടായാൽ ആ പ്രൊജക്റ്റ് തീരാനെടുക്കുന്ന ഒരു സമയത്തെയാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് TM. വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയാൽ, ചെറിയ ചെറിയ കൊച്ചു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയാൽ ആ വർക്ക് തീരുമല്ലോ. ആ വർക്ക് തീരാനെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി തീരുമല്ലോ, അത് എടുക്കുന്ന സമയത്താണ് എന്ത് വിളിക്കുന്നത്? മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് ലൈക്ലി ടൈം. ഇനി വിചാരിച്ചതെല്ലാം കുളമായി. ഫയർ ആക്സിഡൻറ്റ്, റോ മെറ്റീരിയൽ ഷോർട്ടേജ്, ലേബർ ഷോർട്ടേജ്, അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും വർക്ക് തീരും. ആ സമയത്തെയാണ് പെസിമിസ്റ്റിക് ടൈം എന്ന് വിളിക്കുന്നത്. വിച്ച് മീൻസ് ഒരു ആക്ടിവിറ്റിക്ക് 3 ടൈം ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഒരു ആക്ടിവിറ്റിക്ക് 3 ടൈം ഉണ്ടെങ്കിൽ ഇതിൽ ഏത് ടൈം വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക? ഇതൊരു ഡൗട്ടായിട്ട് വരില്ലേ? ഏത് ടൈം വെച്ചാണ് പ്രോബ്ലം ചെയ്യുക? ചില ആളുകൾ നമുക്ക് മോസ്റ്റ് ലൈക്കിൽ വെച്ച് ചെയ്യാം, ചില ആളുകൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് വെച്ച് ചെയ്യാം, ഓർ പെസിമിസ്റ്റിക്. ഇത് മൂന്നുമല്ല, ഇത് മൂന്നിൻ്റെയും ആവറേജ് വെച്ചാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. വിച്ച് മീൻസ് ക്രിട്ടിക്കൽ പാത്ത് കാണേണ്ടതൊക്കെ ഇത് മൂന്നിൻ്റെ ആവറേജ് വെച്ചാണ്. എങ്ങനെയാണ് ഇത് മൂന്നിൻ്റെ ആവറേജ് എടുക്കുക എന്ന് നോർമലി ഒരാൾ പറയും. എങ്ങനെ പറയുക? T average is equal to മൂന്നാളുടെ ആവറേജ് എങ്ങനെ എടുക്കുക?
TO പ്ലസ് TM പ്ലസ് TP ബൈ 3. അങ്ങനെയല്ലേ ഇപ്പം 3 ആളുടെ ആവറേജ് എടുക്കുക. ബട്ട് ആക്ച്വലി ഇത് തെറ്റാണ്. ഇത് എന്തുകൊണ്ട് തെറ്റാണ്? അതിലോട്ടാണ് നമ്മൾ പോകുന്നത് ആദ്യം. ഈ പെർട്ട് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന്റെ അണ്ടറിലാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ചില ആളുകൾക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് അറിയണ്ടാവില്ല. ഓക്കെ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ അറിയണ്ടാവില്ല. അതായത് ഫ്യൂച്ചറിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഫ്യൂച്ചറിനെ പറ്റിയൊരു കാര്യം ചോദിക്കുമ്പോൾ അതൊരു പ്രോബബിലിസ്റ്റിക് സ്റ്റഡിയാണ്. അപ്പം അതിന് മറുപടി പറയാൻ കുറേ സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സുകളുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, ചൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, ടി സ്റ്റുഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. എന്തിനങ്ങനെ കുറേ മാത്തമാറ്റിക്സ്? എല്ലാ ഫ്യൂച്ചറിസ്റ്റിക് ക്വസ്റ്റ്യൻസും ഒരുപോലെയാണോ? നാളെ മഴ പെയ്യോ പെയ്യില്ലേ? നാളെ മഴ പെയ്യോ പെയ്യില്ലേ? അതൊരു സാധ്യത. CMA എക്സാം എഴുതിയാൽ പാസ്സാവോ പാസ്സാവില്ലേ? അത് വേറെ സാധ്യത. മഴയാകുമ്പോൾ ഇടയ്ക്കൊക്കെ പെയ്യെങ്കിലും ചെയ്യും അല്ലേ? CMA എക്സാം അങ്ങനെയല്ലല്ലോ. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ എന്തല്ല മറുപടിയല്ല. അത് കണ്ടെത്തുന്ന രീതിയും സെയിം അല്ല. അപ്പം അതിനൊക്കെ വ്യത്യസ്തമായ മാത്സും വ്യത്യസ്തമായ ഇക്വേഷൻസുമാണ്. അപ്പം ആ ആൻസറിൻ്റെ സ്വഭാവ ഗുണവിശേഷണങ്ങൾക്കനുസരിച്ചാണ് ആ മാത്തമാറ്റിക്സ് വരിക. പെർട്ട് എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്കിൻ്റെ സ്വഭാവ ഗുണവിശേഷം മാച്ച് ആവുന്നത് മാത്സിൻ്റെ ഏത് ടോപ്പിക്കിലോട്ടാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ടാണ്. അപ്പോൾ പെർട്ട് സോൾവ് ചെയ്യാൻ മാത്സിന് ഏത് ചാപ്റ്റർ എടുത്തു? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചാപ്റ്റർ എടുത്തു. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചാപ്റ്ററിലെ കർവ് ആണിത്. ഒരു ബെൽ ഷേപ്ഡ് കർവ് എന്നാണ് പറയും. ഈ ബെൽ ഷേപ്ഡ് കർവിലെ സെൻറ്റർ വാല്യൂ ആണ് ആക്ച്വലി നമ്മുടെ ടി ആവറേജ്. സെൻറ്റർ വാല്യൂ ആണ് ആക്ച്വലി നമ്മുടെ ടി ആവറേജ്. ഈ വാല്യൂ കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. കൂടാനുള്ള ചാൻസും കുറവാ, കുറയാനുള്ള ചാൻസും കുറവാ. അപ്പോൾ കൂടാനുള്ള ചാൻസും കുറവാ, കുറയാനുള്ള ചാൻസും കുറവാന്നുള്ളതുകൊണ്ടാണ് ഈ കർവ് ഇങ്ങനെ താഴത്തേക്ക് പോകുന്നത്. ചാൻസ് കുറയുക എന്നാണ് ആ കർവിൻ്റെ താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് കാണിക്കുന്നത്. എന്തായാലും നമ്മളൊരു കാര്യം വിചാരിക്കുമ്പോൾ അതിലൊരു വേരിയേഷൻ ഉണ്ടാവും. ആ വേരിയേഷന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് പറയുക. അത് റൈറ്റിലോട്ടൊരു 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിഗ്മ, 2 സിഗ്മ, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയാം, 3 സിഗ്മ. റൈറ്റിലോട്ടൊരു 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടൊരു 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് കുറയുക. മൈനസ് സിഗ്മ, -2 സിഗ്മ, -3 സിഗ്മ. ഇങ്ങനെ 6 ഡിവിഷനാണ് ഈ ഗ്രാഫിനുള്ളത്. ഇതിലെ ഈ ലെഫ്റ്റിലോട്ടുള്ള ഈ 2 ഡിവിഷൻ, റൈറ്റിലോട്ടുള്ള ഈ 2 ഡിവിഷൻ, ഇതിൻ്റെ ഉള്ളിൽ എവിടെ പ്രൊജക്ട് ഡ്യൂറേഷൻ വന്നാലും ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ പ്രൊജക്ട് ഡ്യൂറേഷൻ്റെ ആവറേജ് 14 ദിവസം, സ്റ്റാൻഡേർഡ് ഡിവിഷൻ 2. അപ്പോൾ 16 ആവാം, 18 ആവാം, 20 ആവാം, 12 ആവാം, 10 ആകാം, 8 ആകാം. ഇതാണ് ഉദ്ദേശിക്കുന്നത് ഈ സ്കെയില്. ഇതാണ് സിഗ്മ, 3 സിഗ്മ. 3 ഇരട്ടി കൂടും, 3 ഇരട്ടി കുറയുന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പം എനിവേ, ഈ റൈറ്റിലോട്ടുള്ള 2 ഡിവിഷൻ ആയാലും ലെഫ്റ്റിലോട്ടുള്ള 2 ഡിവിഷൻ ആയാലും അതിൻ്റെ ഉള്ളിൽ വന്നാൽ ഈ ഒരു ഏരിയയിൽ എവിടെ വന്നാലും ഇതിനെ കണക്കാക്കപ്പെടുന്നത് മോസ്റ്റ് ലൈക്ലി ടൈം ആയിട്ടാണ്, TM ആയിട്ടാണ്. ഇനി ലെഫ്റ്റിലെ ഈ ഒരു ചെറിയ പോർഷൻ, ഇവിടെയാണ് ഈ വാല്യൂ വരുന്നെങ്കിൽ അതിനെ കണക്കാക്കപ്പെടുന്നത് ഓപ്റ്റിമിസ്റ്റിക് ടൈം ആയിട്ടാണ്. ഇനി ഈ റൈറ്റിലുള്ള ഈ ഒരു സ്മോൾ പോർഷൻ, ഇവിടെയാണ് വാല്യൂ വരുന്നെങ്കിൽ ഇതിനെ കണക്കാക്കപ്പെടുന്നത് പെസിമിസ്റ്റിക് ടൈം ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഓർ വെയിറ്റേജ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇയാളുടെ വെയിറ്റേജ് 1 എന്ന് പറഞ്ഞാൽ ഇയാളുടെ വെയിറ്റേജും 1 തന്നെ, പക്ഷേ ഇയാളുടെ വെയിറ്റേജ് 4 എന്ന് പറയുന്നത് വരും. അപ്പോൾ വെയിറ്റേജ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആവറേജ് എടുക്കുന്ന സമയത്ത് 3 കൂടെ കൂട്ടി 3 കൊണ്ടിരിക്കാൻ പറ്റില്ല. SCM ഒരാൾ എക്സാം എഴുതി, ഒരാൾ 50 എഴുതി, ഒരാൾ 100 എഴുതി, ഒരാൾ 25 എഴുതി. ആ 3 മാർക്ക് കൂടെ കൂട്ടി 3 കൊണ്ടിരിക്കാൻ പറ്റുമോ? നെവർ. അതുപോലെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഏത് ആവറേജാണ് കാണേണ്ടത്? നോർമൽ ആവറേജ് അല്ല, വെയ്റ്റഡ് ആവറേജ് ആണ് കാണേണ്ടത്. എങ്ങനെ വെയ്റ്റഡ് ആവറേജ് കാണുക? വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെയിറ്റേജിൻ്റെ ടോട്ടൽ കൊണ്ട് ഹരിക്കുക എന്നാണ്. അപ്പോൾ എൻ്റെ ടി ആവറേജിൻ്റെ ഇക്വേഷൻ നോക്കിക്കോട്ടാ.
ടി ആവറേജ് ഇസ് ഈക്വൽ ടു വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 1 ഇൻറ്റു ടി ഒ പ്ലസ് 4 ഇൻറ്റു ടി എം. അപ്പോൾ 4 എവിടെ നിന്ന് വന്നത് മനസ്സിലായില്ലേ? പ്ലസ് 1 ഇൻറ്റു ടി പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4 പ്ലസ് 1 6 ആണ്. ഇതാണ് ടി ആവറേജിൻ്റെ ഇക്വേഷൻ. ഇത് ഇന്റർമീഡിയറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ സിലബസിൽ ഇന്റർമീഡിയറ്റിൽ ഉണ്ട് ഇത്. എന്നാൽ ഓൾഡ് സിലബസ് പഠിച്ചവർക്ക് ഇത് ഉണ്ടായിട്ടില്ല. ഓക്കെ, ന്യൂ സിലബസ് ഇന്റർമീഡിയറ്റിൽ ടോപ്പിക് ഉണ്ട്. ഇനി വെന്നെവർ ഐ ടോക്കിംഗ് അബൌട്ട് ആവറേജ് പറയുമ്പോൾ അറിയാതെ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ വെന്നെവർ ഐ ടോക്കിംഗ് അബൌട്ട് ആവറേജ്, ഇപ്പോൾ ഒരാളോട് ചോദിക്കുക എന്നാണോ വർക്ക് തീരുക? ഒരു ആവറേജ് ഒരു 10-12 ദിവസം കൊണ്ട് തീരും എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചോദ്യം വരും, കൂടുമോ കുറയോ? അപ്പോൾ ഒരു 2 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറയില്ല. അപ്പോൾ ആവറേജ് പറയുമ്പോൾ ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ പുറകിൽ വരുന്ന ചോദ്യമാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എത്രത്തോളം കൂടും, എത്രത്തോളം കുറയും. അപ്പോൾ ഓർ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് മറ്റേ ആവറേജ് ടൈമാണ്. അപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഇക്വേഷൻ ടി പി മൈനസ് ടി ഒ ബൈ 6 ദി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അതാണ് വേരിയൻസിൻ്റെ ഇക്വേഷൻ. എന്താണ് വേരിയൻസിൻ്റെ ഉപയോഗം എന്നൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ക്ലിയർ ആവും. ഇനി അടുത്തൊരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഓൾറെഡി ഒരു അസംഷൻ എടുത്തു. എന്താ? പെർട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നൊരു അസംഷൻ നമ്മൾ എടുത്തു. ബട്ട് ആക്ച്വലി ഒരു റിയൽ ലൈഫിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നേരത്തെ തീരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എപ്പോഴും ലേറ്റായി തീരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് റിയൽ ലൈഫിൽ ഇങ്ങനെ വരിക. പ്രൊജക്റ്റിന് ലെഫ്റ്റിലോട്ട് വിഡ്ത്ത് കുറവും റൈറ്റിലോട്ട് വിഡ്ത്ത് കൂടുതലും. എന്നാൽ മുകളിൽ ഞാൻ വരച്ചിരിക്കുന്നത് രണ്ടും ഈക്വൽ അല്ലേ? അത് അസംഷൻ ആക്ച്വലി ഈക്വൽ ആവുന്നു. പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു പ്രൊജക്റ്റിൻ്റെ നേരത്തെ തീരാനുള്ള ചാൻസ് കുറവും ലേറ്റായിട്ട് തീരാനുള്ള ചാൻസ് കൂടുതലുമാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു കർവാണ് നോർമലി പേർട്ടിന് വരിക. ഈ കർവിനെ വിളിക്കുന്ന പേര് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നല്ല. റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് കർവ് വരിക. ഈ കർവിനെ വിളിക്കുന്ന പേര് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. സോ ന്യൂ സിലബസിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SCMൽ പാർട്ട് 2ൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട്. പെർട്ട് ഏത് ഡിസ്ട്രിബ്യൂഷനിലാണ് വരുന്നത്? പെർട്ട് മാത്സിൻ്റെ ഏത് ഡിസ്ട്രിബ്യൂഷനിലാണ് വരുന്നത്? ABCD ഓപ്ഷനിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ബട്ട് അതല്ല കറക്റ്റ് ആൻസർ. ഏതാ കറക്റ്റ് ആൻസർ? ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആൻസർ. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തെടുക്കേണ്ടുള്ളൂ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, മറക്കണ്ട. പിന്നെ ഈ ടി ആവറേജിൻ്റെ ഇക്വേഷൻ വെച്ചും സിഗ്മ സ്ക്വയറിൻ്റെ ഇക്വേഷൻ വെച്ചും ഇവിടെ നിന്ന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. നമ്മളിനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളാണ് പെർട്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. CAയുടെ അഡ്വാൻസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ സ്മോൾ പ്രൊജക്ട് നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ് 7 ആക്ടിവിറ്റി. അതിൻ്റെ ടൈം എസ്റ്റിമേറ്റ്സ് താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, 7 ആക്ടിവിറ്റീസ് ആണുള്ളത്. ടൈം എസ്റ്റിമേറ്റ്സ് താഴെ തന്നിട്ടുണ്ട്. അതായത് 3 ടൈം തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ? ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, പെസിമിസ്റ്റിക്. ഡ്രോ ദ പ്രൊജക്ട് നെറ്റ്വർക്ക്, ഐഡന്റിഫൈ ഓൾ പാത്ത് ത്രൂ ഇറ്റ്, find the expected duration and variance for each activity, what is the expected project length. ഇത്രയും പാർട്ടാണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് വരയ്ക്കാൻ തുടങ്ങുന്നു. സോ ആദ്യത്തെ കണക്ഷൻ 1 to 1 to then 1 3 1 4 പിന്നെ 2 5 വരച്ചോ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. വരച്ചോളൂ. 2 5 3 5. ഓക്കെ,
4 6 5 6. ഇങ്ങനെയാണ് നെറ്റ്വർക്ക് ഡ്രോയിങ്. ഇനി ഈ നെറ്റ്വർക്കിന്റെ മീതെ നമുക്ക് എന്ത് എഴുതണം? ഡ്യൂറേഷൻ എഴുതണം. 3 ഡ്യൂറേഷൻ ആകുമ്പോൾ ഡ്യൂറേഷൻ എഴുതാൻ കിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ആവറേജ് എടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത ഹെഡിങ് അതാണ്. സോ ദിസ് വാസ് സ്റ്റെപ്പ് 1. This was step 1 network drawing. Step 1 was network. Now step 2. Step 2, calculation of TE and sigma square. എന്താ TE? Expected time or average time. Sigma square variance. നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കോളം ആൻഡ് TE എന്ന് പറയുന്ന ഒരു കോളം, സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോളം, ഇങ്ങനെ 3 കോളം ആക്കിയിട്ട് ടേബിൾ വരക്കും. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി 1 2 ആണല്ലോ അല്ലേ? ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരും, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യണം. ഇറ്റ്സ് ഈസി. ഫസ്റ്റത്തെ സമയങ്ങളൊന്ന് നോക്കിയേ. ദേ മെറ്റീരിയൽ നോക്കിയേ. ഓപ്റ്റിമിസ്റ്റിക് 1 ആണ്, മോസ്റ്റ് ലൈക്ലി 1 ആണ്, പെസിമിസ്റ്റിക് 7 ആണ്. അപ്പോൾ എന്താ വരിക? 1 into 1 പ്ലസ് 4 into 1 പ്ലസ് 1 into 7 by 1 plus 4 plus 1 എത്ര വരിക? 6. അതെപ്പോഴും 6 തന്നെ, അതിൽ മാറ്റമില്ല. അപ്പോൾ എന്താ വരിക? 8ഉം 12 12/6 2. ഇനി അടുത്തത് എന്താ വരിക? TP minus CO. So 7 minus 1. 7 minus 1 divided by 6 the whole square. ഇത് 6/6 whole square അഥവാ 1 എന്ന് വരും. ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റി വരുന്നത്. ഈ സിഗ്മ സ്ക്വയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിഗ്മ സ്ക്വയർ നിങ്ങൾ ഡിവൈഡ് ചെയ്യരുത്. ഇപ്പോൾ 1/12 3/24 അങ്ങനെ തന്നെ എഴുതി വെക്കണം. A/B ഫോമിൽ ഡിവൈഡ് ചെയ്താൽ അത് എറർ ഉണ്ടാക്കും. അത് എന്തുകൊണ്ടെന്ന് പിന്നീട് മനസ്സിലാവും. ഇനി ഡിവൈഡ് ചെയ്യണമെന്ന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിനേഷൻ ഒരു 4-5 ഡിജിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അക്യുറസി നന്നായിട്ട് വേണം. ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 4-5 ഡിജിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം പോയിന്റിനേഷൻ. ഏറ്റവും നല്ലത് ഡിവൈഡ് ചെയ്യാതിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ 1 വന്ന് നോ ഇഷ്യൂസസ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ബാക്കിയെല്ലാം ഒന്ന് കമ്പ്യൂട്ട് ചെയ്യും. ബാക്കിയെല്ലാം നിങ്ങൾ റെക്കോർഡിംഗ് പോസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഒന്ന് കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈമും വേരിയൻസും ഫുള്ളായിട്ടൊന്ന് കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വാല്യൂസ് വരിക. കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്തവർ റെക്കോർഡിംഗ് പോസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. വാല്യൂസും ചെക്ക് ചെയ്യാം. നമുക്ക് 13യുടെ 4 1 അങ്ങനെയാണ് വരുന്നത്. എക്സ്പെക്റ്റഡ് ഡ്യൂറേഷനും വേരിയൻസും ആൻഡ് ഓൾ വാല്യൂസ് ഇസ് ഗിവൺ. ഇനി നമുക്ക് അടുത്ത് പോവേണ്ടത് പാത്തുകളും ഡ്യൂറേഷനുമാണ്. ഫൈൻഡ് ഓൾ പാത്ത് ആൻഡ് ഡ്യൂറേഷൻ എന്ന് ചോദിച്ചിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. ഡ്രോ ദ പ്രൊജക്ട് നെറ്റ്വർക്ക്, ഐഡന്റിഫൈ ഓൾ പാത്ത് ത്രൂ ഇറ്റ്. എല്ലാ പാത്തുകളും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് പ്രൊജക്ട് ലെങ്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇന്റർമീഡിയറ്റിൽ ഒരു പാത്ത് ഡ്യൂറേഷൻ മെത്തേഡ് ഉണ്ടായിരുന്നു, അതാണ് ചെയ്യേണ്ടത്. ഇതറിയാത്തവർക്കും ശ്രദ്ധിച്ചാൽ മതി, നോ ഇഷ്യൂസസ്. നമ്മുടെ സ്റ്റെപ്പ് 3 പാത്ത് ഡ്യൂറേഷൻ. പാത്ത് ഡ്യൂറേഷൻ എന്താണ്? ഈ പാത്ത് ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി, പാത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ നിന്ന്, നെറ്റ്വർക്കിന്റെ ആദ്യത്തിൽ നിന്ന് അവസാനത്തിലോട്ടെത്താനുള്ള വ്യത്യസ്തമായ വഴികളാണ്. ഇപ്പം ഇതൊരു വഴിയാണ്, കണ്ടാ, ഇതൊരു പാത്താണ്, ഇത് വേറെ പാത്താണ്, ആൻഡ് ഇത് വേറെ പാത്താണ്. അപ്പോൾ ഇവിടെ എത്ര പാത്ത് ഉണ്ട്? 3 പാത്ത് ഉണ്ട്. ഈ 3 പാത്തുകൾ കണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ കണ്ടെത്തലാണ്. അപ്പോൾ ആദ്യത്തെ പാത്ത് ഏതാ? 1 3 3 5 5 6. അപ്പോൾ ആദ്യത്തെ പാത്ത് അതാണ്. പാത്സ്, പാത്സ് ഡ്യൂറേഷൻ 1 3 3 5 5 6. ദാറ്റ്സ് എ ഫസ്റ്റ് പാത്ത്. സെക്കൻഡ് ഏതാണ്? 1 2 2 5 5 6. 1 2 2 5 5 6. തേർഡ് പാത്ത് ഏതാണ്? 1 4 4 6. 1 4 4 6.
നമ്മൾ കണ്ടുപിടിച്ച ഈ ഡ്യൂറേഷൻസ് എല്ലാം നെറ്റ്വർക്കിൻ്റെ മീതെ എഴുതണം. അപ്പോഴേ ഡ്യൂറേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ 1 2 2 ആണ്, 1 3 4 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഡ്യൂറേഷൻസ് ഒക്കെ. 1 4 3 ആണ്. ആൻഡ് അതുപോലെ തന്നെ 2 5 1 ആണ്, 3 5 6 ആണ്, 4 6 5 ആണ്, 5 6 7 ആണ്. ഇനി ഡ്യൂറേഷൻസ് കൂട്ടുന്നതിനെയാണ് ആ പാത്തിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ആദ്യത്തത് 1 3 3 5 5 6 അല്ല. അപ്പോൾ എന്താ വരിക? 1 3 3 5 5 6 ഡ്യൂറേഷൻ എന്താ വരുന്നത്? 4 + 6 + 7. 1 3 3 5 5 6. അപ്പോൾ 4 + 6 + 7 അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അവിടെ 4 + 6 + 7, 4 + 6 + 7. അപ്പോൾ 6 4 10 17 വീക്സിലാണ് ഇതെല്ലാം. 17 വീക്സ്. ഇനി 1 2 2 5 7. അപ്പോൾ അത് 2 + 1 + 7, 2 + 1 + 7. അതെന്ത് വരും? 10 വരും. അടുത്തെന്താ? 3 + 5, 3 + 5 എത്ര വരിക? 8 വരും. ഇതിലേറ്റവും ഹയസ്റ്റ് ഏതാ? 17. ഹയസ്റ്റ് ഉള്ളതല്ലേ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ അത് എഴുതി വെക്കുക. ക്രിട്ടിക്കൽ പാത്ത്, ക്രിട്ടിക്കൽ പാത്ത്സ് 1 3 3 5 5 6. ആ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷനാണ് പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ എക്സ്പെക്റ്റഡ് project duration is equal to 17 weeks. അതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. നെറ്റ്വർക്ക് വരക്കാനും എല്ലാ പാത്തുകൾ കണ്ടെത്താനും എക്സ്പെക്റ്റഡ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കാണാനും. ഓക്കെ, ഇനി അടുത്ത ഒരു സെക്ഷനിലോട്ട് പോയാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അടുത്തൊരു സെക്ഷനിലോട്ട് പോയാൽ എന്താണ് ആവശ്യപ്പെടുന്നത്? കാൽക്കുലേറ്റ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പ്രൊജക്ട് ലെങ്ത്സ്. വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പ്രൊജക്ട്, ആക്ടിവിറ്റി അല്ല, പ്രൊജക്ട്. അപ്പം എൻ്റെ അടുത്ത സ്റ്റെപ്പ് അതാണ്. സ്റ്റെപ്പ് 4, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, SD, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പ്രൊജക്ട് ലെങ്ത്സ് അല്ലെങ്കിൽ പ്രൊജക്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഡ്യൂറേഷനാണ്? പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷൻ അല്ലേ? അപ്പം പ്രൊജക്റ്റിൻ്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആരുടെ വേരിയൻസ് ആയിരിക്കും? ക്രിട്ടിക്കൽ പാത്തിൻ്റെ വേരിയൻസ്. ഡിസ്കഷൻ അബൌട്ട് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ അബൌട്ട് ക്രിട്ടിക്കൽ പാത്താണ്. അതുകൊണ്ടല്ലേടാ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന വർക്ക് ഏതാണോ ദാറ്റ് ഇസ് പ്രൊജക്ട് ഡ്യൂറേഷൻ. ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഹയസ്റ്റ് പാത്ത് ക്രിട്ടിക്കൽ പാത്തിൻ്റെയാണ്. ആ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷനാണ് പ്രൊജക്ട് ഡ്യൂറേഷൻ. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷനാണ് പ്രൊജക്ട് ഡ്യൂറേഷൻ എങ്കിൽ ക്രിട്ടിക്കൽ പാത്തിൻ്റെ വേരിയൻസ് ആണ് പ്രൊജക്റ്റിൻ്റെ വേരിയൻസ്. അപ്പം അതിലൂടെ ഞാൻ മനസ്സിലാക്കി തരുന്നത്, പ്രൊജക്റ്റിൻ്റെ വേരിയൻസ് കാണാനായി നിങ്ങൾ ആക്ടിവിറ്റി എഴുതുമ്പോൾ ഏത് ആക്ടിവിറ്റി മാത്രം എഴുതിയാൽ മതി? ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസ് മാത്രം എഴുതിയാൽ മതി. ആരൊക്കെയാണ് ക്രിട്ടിക്കൽ പാത്തിലുള്ളത്? 1 3 3 5 5 6. സോ 1 3 3 5 5 6. ഇനി അതിൻ്റെ വേരിയൻസ് മാത്രം ലിസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1 3 1. ഓക്കെ, 1 3 1. 3 5 6 അല്ല, 3 5 വേരിയൻസ് അല്ലേ? 4. 5 6 വേരിയൻസോ? 4. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 9 വരും. അപ്പോൾ വേരിയൻസ് ഓഫ് ദ പ്രൊജക്ട്, സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 വീക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പ്രൊജക്ട് സിഗ്മ ഈക്വൽ ടു, സിഗ്മ സ്ക്വയർ 9 ആണെങ്കിൽ സിഗ്മ ഈക്വൽ ടു √9.
ഇറ്റ്സ് ഈക്വൽ ടു 3 വീക്സ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി ഇതിനോട് കണക്ട് ചെയ്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിക്കാത്തൊരു മാത്തമാറ്റിക്സ് ഉണ്ട്, നിങ്ങളുടെ മനസ്സിലോട്ട് കയറാത്തൊരു മാത്തമാറ്റിക്സ് ഇവിടെ ഉണ്ട്. ആ മാത്തമാറ്റിക്സ് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഒരു എക്സാമ്പിളാണ് സൈഡിൽ എവിടെയെങ്കിലും നീക്കി എഴുതിയാൽ മതി. ഒരു തവണ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു പ്രൊജക്റ്റിൽ ആകെ 2 ആക്ടിവിറ്റീസേ ഉള്ളൂ. ഒരു പ്രൊജക്റ്റിൽ ആകെ 2 ആക്ടിവിറ്റി ഉള്ളൂ, ആക്ടിവിറ്റി എയും ആക്ടിവിറ്റി ബിയും. വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആകെ ഒരു പാത്തുള്ളൂ, അത് തന്നെയാണ് ക്രിട്ടിക്കൽ പാത്ത്, അത് തന്നെയാണ് പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ. ഇയാളുടെ വേരിയൻസ് 6 ഇയാളുടെ വേരിയൻസ് 8. എന്താണ് വേരിയൻസ്? അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ എന്നല്ലേ പറയാം, ഇത് സിഗ്മ എന്നാണല്ലോ പറഞ്ഞിരിക്കണേ. അപ്പം എയുടെ സിഗ്മ 6, ബിയുടെ സിഗ്മ 8. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ സിഗ്മ എത്രയാണ്? ആകെ ഒരു പാത്തല്ലേ ഉള്ളൂ സാർ. പ്രൊജക്റ്റിൻ്റെ സിഗ്മ എന്ന് പറഞ്ഞാൽ 2 സിഗ്മ കൂടെ കൂട്ടണം. 6 + 8 14 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? അതൊരു മാത്തമാറ്റിക്സ് ആണ്. സിഗ്മ ഒരിക്കലും കൂട്ടാൻ പാടില്ല. സിഗ്മ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എടുത്തതാണ്. ആഡ് ചെയ്യേണ്ടത് എപ്പോഴും വേരിയൻസ് ആണ്. വേരിയൻസ് ആഡ് ചെയ്തിട്ട് പിന്നെ റൂട്ട് എടുത്തിട്ട് സിഗ്മ കാണാവൂ. ഇവിടെ ആഡ് ചെയ്തത് ആരാ? വേരിയൻസ് അല്ലേ. അത് നമ്മുടെ മനസ്സിലോട്ട് കയറണം, വേരിയൻസ് ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ആൻസർ എന്താ? 2 തവണ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്താ? വേരിയൻസിനെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ 6ന്റെ സ്ക്വയർ എത്ര? 36. വേരിയൻസിനെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ എത്ര? 64. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഇതിൻ്റെ സിഗ്മ സ്ക്വയർ എത്ര? 36 + 64. അപ്പോൾ സിഗ്മ സ്ക്വയർ എത്ര? 100. അപ്പോൾ സിഗ്മ എത്ര? √100. അപ്പോൾ എത്ര സിഗ്മ വരിക? 10. യു ഗോട്ട് ദാറ്റ് പോയിന്റ്? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഒരു എക്സാമ്പിളായിട്ട് നോട്ട് ചെയ്താൽ എക്സാമിന് ആവശ്യം വരുന്നത്. ഞാനിത് മയക്കും, ഞാൻ ഇടയിൽ ജസ്റ്റ് പറഞ്ഞു, ഞാനത് റൈസ് ചെയ്യും, ഞാൻ ഇടയിൽ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് അതൊന്ന് നോട്ട് ചെയ്തേക്ക്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. 3ാമത്തെ ക്വസ്റ്റ്യനിൽ തീർന്നിട്ടില്ല, ഇനിയുണ്ടല്ലോ. What is the probability that the project will be completed at least 3 weeks earlier than expected? At least 3 weeks earlier than expected. എക്സ്പെക്റ്റഡിനേക്കാൾ 3 വീക്ക് മുമ്പ് തീരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇതെന്തുട്ട് ചോദ്യം? അത് നമ്മൾ കണ്ടുപിടിച്ചല്ലേ ഉള്ളൂ. പ്രൊജക്റ്റ് എന്ന് തീരുന്നു അപ്പോൾ കണ്ടുപിടിച്ചേ. പ്രൊജക്റ്റ് 17 വീക്ക് കൊണ്ട് തീരുമെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചല്ലേ ഉള്ളൂ അല്ലേ? പ്രൊജക്റ്റ് 17 വീക്ക് കൊണ്ട് തീരുമെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ, പ്രൊജക്റ്റ് ഓൾറെഡി 17 വീക്ക് കൊണ്ട് തീരുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചതല്ലേ. പ്രൊജക്റ്റ് ഓൾറെഡി 17 വീക്ക് കൊണ്ട് തീരും നമ്മൾ പറഞ്ഞതല്ലേ. പിന്നെന്താ ഇവന്മാർ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് 3 വീക്ക് ഏർലിയർ ദാൻ എക്സ്പെക്റ്റഡ് എന്നൊക്കെ എന്തിനാ ചോദിക്കണേ? എന്താ അതിൻ്റെ ആവശ്യം? 17 വീക്ക് കൊണ്ട് ഓൾറെഡി തീരുമല്ലോ, ഇത് കൺഫേം അല്ലേ? മറുപടി കൺഫേം അല്ല. ബിക്കോസ് ഈ 17 വീക്ക് നിങ്ങൾ ഏത് ഡ്യൂറേഷൻ വെച്ചാ കണ്ടുപിടിച്ചേ? എക്സ്പെക്റ്റഡ്, ഉറപ്പില്ലാത്തത്. എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ വെച്ച് കണ്ടുപിടിച്ച ഈ 17 എന്ന് പറഞ്ഞപ്പോൾ ഡ്യൂറേഷന് ഒരു എക്സ്പെക്ടേഷനുള്ള ഉറപ്പില്ല. ഇത് പെർട്ടാണ് ടോപ്പിക്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. ശരി, ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ കേട്ടോ. 17 വീക്ക് കൊണ്ട് പ്രൊജക്റ്റ് തീരുന്നല്ലേ ഇപ്പം നിങ്ങൾ പറയുന്നേ, നമ്മൾ കണ്ടുപിടിച്ചേ. ഈ 17 വീക്ക് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ വാല്യൂ ആണ്. അതവിടെ നിൽക്കുക, ചോദ്യം അവിടെ നിൽക്കട്ടെ. ഈ 17 വീക്ക് കൊണ്ട് പ്രൊജക്റ്റ് തീരാൻ എത്ര ചാൻസ് ഉണ്ട്? 17 വീക്ക് കൊണ്ട് പ്രൊജക്റ്റ് തീരാൻ എത്ര ചാൻസ് ഉണ്ട്? 17 വീക്ക് കൊണ്ട് തീരുക എന്ന് പറഞ്ഞാൽ 16 ആയാലും ഓക്കെയാണ്, 15 ആയാലും ഓക്കെയാണ്, 14 ആയാലും ഓക്കെയാണ്. വിച്ച് മീൻസ് ഈ ഗ്രാഫിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഏത് പോർഷനിൽ വന്നാലും ഓക്കെയാണ്.
ഈ ലെഫ്റ്റിലോട്ട് ഏത് പോർഷൻ വന്നാലും അത് 17ന്റെ ഉള്ളിലാണ്. ഈ ഗ്രാഫിന്റെ ഫുൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 100% ആണ്. അപ്പൊ അതിന്റെ പകുതിയാണ് ഈ ലെഫ്റ്റ് സൈഡ്. അപ്പൊ എത്ര ശതമാനം? 50%. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിച്ച 17ന്റെ ഉള്ളിൽ തീരാൻ 50% ചാൻസ് ഉള്ളൂ. ഇനി 17ന്റെ ഉള്ളിൽ തീരാതിരിക്കാനോ? 17ന്റെ ഉള്ളിൽ തീരാതിരിക്കുക എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ആണ്. അത് 18ഓ 19ഓ 20ഓ അങ്ങനെ. അതായത് ബാക്കി ഹാഫ് പോർഷൻ ആണ്. ബാക്കി ഹാഫ് പോർഷന്റെ പെർസെൻറ്റേജ് എത്രയാണ്? അതും 50%. അപ്പൊ 17ന്റെ ഉള്ളിൽ തീരാനുള്ള ചാൻസ് 50%. 17ന്റെ ഉള്ളിൽ തീരാതിരിക്കാനുള്ള ചാൻസ് 50%. 17നെ പറ്റി എന്ത് ചോദിച്ചാലും 50%. ഇവിടെ ഇപ്പൊ എന്താ ചോദിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട്. Probability of completing the project 3 weeks earlier than expected. എക്സ്പെക്റ്റഡിനേക്കാ 3 വീക്ക് ഏർലിയർ. എക്സ്പെക്റ്റഡ് 17 അല്ലേ? അപ്പൊ അതിനേക്കാ 3 വീക്ക് ഏർലിയർ എന്ന് പറഞ്ഞാൽ എവിടെ വരിക? വിത്തിൻ, നമുക്ക് ഇങ്ങനെ പറയാം, വിത്തിൻ 14 വീക്സ്. ഓക്കെ, വിത്തിൻ 14 വീക്സ്. അപ്പൊ 14 വീക്ക് കൊണ്ട് തീരുമോന്നാണ് ചോദ്യം. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, 17 വീക്കിന്റെ പെർസെൻറ്റേജ് 50 ആണെങ്കിൽ 14 വീക്കിന്റെ പെർസെൻറ്റേജ് എന്തായാലും 50-ന് താഴെയാവും എന്നുള്ളൊരു കോമൺ സെൻസ് മനസ്സിൽ വേണം. ശരി, ഇതിനെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക? നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫ് വരച്ചിട്ട് സെൻട്രൽ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച 17 വീക്ക് മാർക്ക് ചെയ്യുന്നു. 14 വീക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും 17ന്റെ ലെഫ്റ്റിലോട്ടാവുമല്ലോ. സോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും 14 നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ 14 വീക്കിന്റെ ഉള്ളിൽ തീരാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ഏത് വന്നാലും, അത് 12 ആയിക്കോട്ടെ, 11 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, ഇത് ഏത് വന്നാലും അത് 14 വീക്കിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇവിടെ 14 വീക്കിന്റെ ഉള്ളിൽ തീരാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. ഇത് കണ്ടുപിടിക്കുന്ന ഒരു 3 സ്റ്റെപ്പ് ഓപ്പറേഷൻ ആണ്. 3 സ്റ്റെപ്പ് ഓപ്പറേഷൻ കണ്ടോട്ടാ. ഒന്നാമത്തെ സ്റ്റെപ്പ്, z is equal to x minus x bar by sigma. ഈ ഇക്വേഷൻ എവിടുന്നാ വന്നേന്ന് അത്ഭുതപ്പെടേണ്ട. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ തറവാട്ടിൽ നിന്ന് വന്ന ഇക്വേഷനാണ്. മാത്സ് ചാപ്റ്റർ ഇല്ലേ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ മാത്സ് ചാപ്റ്റർ, അവിടെ ഫോളോ ചെയ്യുന്ന ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതും കാര്യങ്ങളെ കണ്ടുപിടിക്കുക ഇക്വേഷൻ ഉണ്ട്. അപ്പൊ z ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യമാണ്. 14 വീക്ക് കൊണ്ട് തീരാനുള്ള സാധ്യത 14. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്റ്റിന് കണ്ടുപിടിച്ച ആവറേജ് ഡ്യൂറേഷൻ ആണ്, അത് 17. സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച പ്രൊജക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അത് എത്രയാ? 3 വീക്സ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി -3/3 ഈസ് ഗോയിങ് ടു ബി -1. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിളിൽ z വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. z വാല്യൂസിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുത്തെ z വാല്യൂ -1 ആവും. മൈനസ് വന്നാലും പ്ലസ് വന്നാലും നമ്മൾ പ്ലസ് എടുക്കുള്ളൂ, പോസിറ്റീവായിട്ട് എപ്പോഴും എടുക്കുള്ളൂ. അപ്പൊ ഞാൻ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിളിൽ 1 എന്ന് പറയുന്ന z-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എനിക്കറിയണം. ഇനി എന്താണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, എന്താണ് ഈ കാര്യം നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ടേബിൾ, ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ. ആദ്യം നമുക്ക് ഈ ടേബിൾ എങ്ങനെ ഉപയോഗിക്കണ്ടേ എന്നൊന്ന് പഠിക്കാം. നിങ്ങൾ എന്ത് z പറഞ്ഞാലും, നിങ്ങൾ എന്ത് z വാല്യൂ പറഞ്ഞാലും അതിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ഈ ടേബിളിൽ നിന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ z വാല്യൂ 0.23 എന്ന് വിചാരിക്കും. z വാല്യൂ എത്രയാ? 0.23. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ ആദ്യത്തെ ഡിജിറ്റ് ഉണ്ടല്ലോ, പോയിന്റ് ആദ്യത്തെ ഡിജിറ്റ്, അത് ഈ സൈഡിലുണ്ടാവും, ഈ ഗ്രാഫിന്റെ ഈ സൈഡിലുണ്ടാവും. രണ്ടാമത്തെ ഡിജിറ്റ് ഉണ്ടല്ലോ, അത് മുകളിലുണ്ടാവും, രണ്ടാമത്തെ ഡിജിറ്റ് മുകളിലുണ്ടാവും ഗ്രാഫിന്റെ. അപ്പൊ 0.23, 0.2 ഇവിടെ ഉണ്ട് സാർ, 0.2 ഇവിടെ ഉണ്ട് സാർ, 0.23 ആണ് ഇതേ സാറേ, 0.23 ഇവിടെ ഉണ്ട് സാർ. അപ്പൊ ആ രണ്ടും കൂടെ ചേരുമ്പോൾ 0.23 ആയി. അപ്പൊ 0.23യുടെ പെർസെൻറ്റേജ് എത്രയെന്ന് ചോദിച്ചാൽ കിടക്കാം മക്കളെ, 0.23യുടെ പെർസെൻറ്റേജ് ഇതാ 0.910, അഥവാ 9% തൊട്ട് മുകളിൽ. ഇനി വേറൊന്ന് പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. വേറൊന്ന്, സാർ z ഒരു
സെഡ് ഒരു 2.28 ആണ് സാർ. 2.28. 2.2 ഇവിടെ ഉണ്ടാവും. 2.2 ഇവിടെ ഉണ്ട്. ഇനി 8 ഇവിടെ ഉണ്ട്. 8 ഇവിടെ ഉണ്ട്. 8 മുകളിലുണ്ട്. രണ്ടാമത്തെ ഡേറ്റ് അവിടെ മുകളിൽ ഉണ്ടാവുക. അപ്പൊ 2.28 എന്ന് പറയുമ്പോൾ സാർ ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ 2.28 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാർ ഇതാ 0.4887, 48.87%. എല്ലാം 1-ന് താഴെയായിരിക്കും. ഉദ്ദേശിക്കുന്നത് 48.87%. ഇനി 2 ആണെങ്കിലോ ജസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2.0 ആണല്ലോ. അപ്പൊ 2 എന്ന് പറഞ്ഞത് 2-ല് വരിക. ഓക്കെ, 2-ല് വന്നിട്ട് ആ 0-യിൽ വരിക. 2-ല് വന്നിട്ട് 0-യിൽ വന്നാൽ മതി. 2-ല് 0, 2-ല് 0. അപ്പൊ ഏതാ വാല്യൂ? 0.477. ഇവിടെ നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഏതാണ്? നമുക്ക് കിട്ടിയ സെഡ് എത്രയാ? 1 ആണ്. അപ്പൊ നമ്മൾ 1ന്റെ കറസ്പോണ്ടിങ് എന്ത് നോക്കണം? പെർസെൻറ്റേജ് നോക്കണം. എവിടെ 1 കിടക്കണേ? 0.1 അല്ല കേട്ടോ, 1 ആണ്. ഇതേ 1 എന്ന് പറഞ്ഞാൽ 1.0 ആണ്. ഇതേ 1. അപ്പൊ 1.0. അപ്പൊ ഏതാ വാല്യൂ? 0.3413. കണ്ട 0.3413. അപ്പോൾ വാല്യൂ ഏതാണ്? 0.3413. ഇപ്പൊ ടേബിളൊക്കെ എൻ്റെ PDF ഉണ്ടാവും കേട്ടോ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് 34.13% എന്നാണ് ഇപ്പൊ നമ്മുടെ ആൻസർ. ഇനി എൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്, എനിക്ക് 34.13% എന്നുള്ള വാല്യൂ കിട്ടിയത് സെഡിന്റെ ഇക്വേഷനിൽ എന്തൊക്കെ ഇട്ട് കൊടുത്തപ്പോഴാ? 14ഉം 17ഉം. ഐ റിപ്പീറ്റ് മൈ ബോയ്സ്, ഐ റിപ്പീറ്റ് ഗേൾസ്, ജസ്റ്റ് ലിസൺ. 14ഉം 17ഉം 14ഉം 17ഉം ഇട്ട് കൊടുത്തപ്പോഴല്ലേ ഈ വാല്യൂ കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ഈ പെർസെൻറ്റേജ് റിമെമ്പർ വെരി കെയർഫുള്ളി 14ന്റെയും 17ന്റെയും ഇടയിലുള്ളതാണ്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ 34.13 0.3413 14ഉം 17ഉം ഇട്ട് കൊടുത്ത് കിട്ടിയതായതുകൊണ്ട് അത് 14ന്റെയും 17ന്റെ ഇടയിലുള്ളതാണ്. നമുക്ക് വേണ്ടത് അതാണോ? അല്ലല്ലോ. നമുക്ക് വേണ്ടത് അതിന്റെ ഇപ്പുറത്തെ സൈഡല്ലേ. അപ്പോൾ ഹാഫ് പോർഷൻ 50% അറിയാലോ. അപ്പൊ നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? റിക്വയർഡ് പ്രോബബിലിറ്റി, ആവശ്യമുള്ള പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0.50 മൈനസ് 0.3413. ഇങ്ങനെ കുറക്കണം. ഓക്കെ, ഇങ്ങനെ കുറക്കുമ്പോൾ എത്ര കിട്ടുക? ഇറ്റ്സ് നത്തിങ് ബട്ട് 0.1587, or I can say 15.87%. മനസ്സിലായ? എന്തേ 0.3413 എടുക്കാഞ്ഞെന്ന് മനസ്സിലായ? ദാറ്റ്സ് മൈ പോയിന്റ്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യാം, എഴുതിയെടുക്കാം. ഇനി നമ്മൾ പോകുന്നത്, റെക്കോർഡിംഗ് പോസ് ചെയ്തിട്ട് എഴുതിയെടുത്തോടാ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അവിടെ തീർന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ വീണ്ടും ചോദ്യമുണ്ട്. റൈറ്റ്, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വീണ്ടും ചോദ്യം. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് പ്രൊജക്ട് വിൽ ബി കംപ്ലീറ്റഡ് അറ്റ്ലീസ്റ്റ് 3 weeks earlier than expected ആണ് നമ്മൾ ചെയ്തത്. നോ മോർ ദാൻ 3 weeks earlier than expected. നോ മോർ ദാൻ 3, 3-ൽ കൂടണ്ട, അതിന്റെ ഉള്ളിൽ നിൽക്കണം. ശരി, 3-ൽ കൂടണ്ട, അതിന് ഉള്ളിൽ നിൽക്കണം. ലെറ്റ്സ് സീ. പ്രോബബിലിറ്റി ഓഫ് completing the project no more than 3 weeks അല്ലേ? no more than 3 weeks later than expected. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ, ഇപ്പൊ നമ്മുടെ ഓൾറെഡി 17 അല്ലേ നമ്മുടെ ആവറേജ്, അതൊരു 3 കൂടെ കൂടുക പറഞ്ഞാൽ 20 അല്ലേ. അപ്പം ഇങ്ങനെ പറയാം, വിത്തിൻ 20 weeks ആണ് അവർ ഉദ്ദേശിക്കുന്നത്. വിത്തിൻ 20 weeks. അപ്പൊ അതെങ്ങനെ ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ
നമ്മൾ ഗ്രാഫ് വരക്കുക. ഗ്രാഫ് വരച്ചിട്ട് നമ്മുടെ സെൻട്രൽ വാല്യൂ എപ്പോഴും എത്ര തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ച 17 വീക്കാണ്. 20 എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ടല്ലല്ലോ വരിക, റൈറ്റിലോട്ടല്ലേ വരിക. അപ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു 20 വീക്ക് മാർക്ക് ചെയ്തു. 20 വീക്കിനുള്ളൊരു ലൈൻ വരച്ചു. വിത്തിൻ 20 എന്ന് പറഞ്ഞാൽ 20ൻ്റെ ഇങ്ങോട്ടുള്ള എല്ലാം 18ഉം 17ഉം 16ഉം ഈവൻ 10ഉം 12ഉം ഒക്കെ വിത്തിൻ 20 ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫുൾ ഷെയ്ഡഡ് ഏരിയയാണ്. ഈ ഫുൾ ഷെയ്ഡഡ് ഏരിയയുടെ ഒരു ആൻസർ ആണ് നമുക്ക് വരേണ്ടത്. പകുതി ഓൾറെഡി 50 നമുക്കറിയാം. പകുതി ഓൾറെഡി 50 നമുക്കറിയാം. അപ്പം എന്തായാലും 50ൻ്റെ മീതുള്ള ഒരു ആൻസർ അല്ലേ വേണ്ടേ? യെസ്. എങ്ങനെ കാണാൻ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സ്റ്റെപ്പ് ഓപ്പറേഷൻ. സ്റ്റെപ്പ് 1, z is equal to x minus x bar by sigma. എക്സ് എത്രയാ നമ്മുടെ ചോദ്യം? 20 വീക്ക് കൊണ്ട് തീരുമെന്നാണ്. 20. എക്സ് ബാർ എത്രയാ? നമ്മുടെ ആവറേജ് വാല്യൂ 70. സിഗ്മ എത്രയാ? അത് നേരത്തെ കണ്ടുപിടിച്ച് തന്നെയാണ് 3. അപ്പം ആൻസർ എന്താ വരിക? 3/3 ഈക്വൽ ടു 1. നേരത്തെ 1 തന്നെ ആയിരുന്നു, ഇപ്പോഴും 1 തന്നെ. അത് മൈനസ് പ്ലസ്, പക്ഷെ പ്ലസ് ഒന്നാലും മൈനസ് ഒന്നാലും നമ്മൾ എന്ത് എടുക്കുള്ളൂ? പ്ലസ് എടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇനി ടേബിൾ നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി വാല്യൂ അറിയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ സെഡിൻ്റെ വാല്യൂ അഥവാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ 1ൻ്റെ വാല്യൂ എത്രയാണെന്ന് ഓൾറെഡി അറിയാം. ഓൾറെഡി എത്ര? 0.3413. യെസ്, ഇസ് ഈക്വൽ ടു 0.3413. ബട്ട് ലിസൺ, ഈ 0.3413 നമുക്ക് എന്ത് ഇട്ട് കൊടുത്തപ്പോഴാണ് കിട്ടിയത്? റിമെമ്പർ ബോയ്സ്, 20ഉം 17ഉം 20ഉം 17ഉം. അപ്പൊ ഈ 0.3413 എന്തിന്റെ ഇടയിലുള്ളതാ? എന്തിന്റെ ഇടയിലുള്ള പെർസെൻറ്റേജാ? 20ൻ്റെയും 17ൻ്റെ ഇടയിലുള്ള പെർസെൻറ്റേജ്. നമുക്കതാണോ വേണ്ടേ? അല്ല, നമുക്ക് വേണ്ടത് എന്താ? റിക്വയർഡ് പ്രോബബിലിറ്റി. റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു എന്ത് കൂട്ടണം? 0.50 കൂട്ടി കൊടുക്കണം. 0.50 പ്ലസ് 0.3413 which is equal to 0.8413 or I can say 84.13%. Got it? You got it, my friends? 84.13%. അല്ലെങ്കിൽ കോമൺ സെൻസിൽ ആലോചിച്ചേക്ക്, 17ന് 50 ആണെങ്കിൽ 20ന് എന്തായാലും 50ൻ്റെ മുകളിലാവുമല്ലോ. കോമൺ സെൻസ് കൂടെ അപ്ലൈ ചെയ്യണം ഇവിടെ ചെറുതായിട്ട്. തെറ്റല്ല, ആൻസർ തെറ്റല്ല എന്ന് ഉറപ്പിക്കാൻ. ക്ലിയർ? യെസ്. അപ്പം റെക്കോർഡിംഗ് പോസ് ചെയ്ത് എഴുതിയെടുത്തോളൂ. റെക്കോർഡിംഗ് പോസ് ചെയ്ത് എഴുതിയെടുത്തോളൂ കേട്ടോ. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. If the project due date is 18 week, what is the probability of not meeting the due date? പ്രൊജക്റ്റിന്റെ ഡ്യൂ ഡേറ്റ് 18 വീക്സ് ആണെങ്കിൽ അത് മീറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ശരി, 18 വീക്ക് ആണെങ്കിൽ അത് മീറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഇത് 3.1 ആയിരുന്നു, ഇത് 3.2 ആയിരുന്നു, ഇനി 4 ആണ്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് മീറ്റിംഗ് the due date 18 weeks. നമ്മൾ നേരത്തെ പോലെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ആവറേജ് വാല്യൂ എന്താണ്? 17 വീക്സ് ആണ്. 18 വീക്സ് 70യുടെ അപ്പുറത്താണ് വരിക. 18 വീക്സ് മീറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ 19ഉം 20ഉം 21ഒക്കെയാണ്. അപ്പോൾ അങ്ങോട്ടാണ്, 8യുടെ അപ്പുറത്തോട്ടാണ് ഷെയ്ഡിങ് വരിക. അപ്പോൾ ഈ ഒരു ഏരിയയുടെ പ്രോബബിലിറ്റിയെ പറ്റിയാണ് അവർ ചോദിക്കുന്നത്. എഗെയിൻ നമ്മുടെ 3 സ്റ്റെപ്പ് ഓപ്പറേഷൻ. z ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ. എക്സ് എത്രയാ? ചോദ്യം എത്രയാ? 18. എക്സ് ബാർ എത്രയാ? 17. സിഗ്മ എത്രയാ? 3. നമ്മുടെ വാല്യൂ എന്താ വരിക? 1/3. 1/3 എന്ന് പറയുമ്പോൾ
നമുക്ക് എന്താണ് വാല്യൂ വരാൻ പോണേ? 0.333. ആക്ച്വലി പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് എടുത്തിട്ട് കാര്യമുള്ളൂ, കാരണം അതേ ആ ഗ്രാഫിൽ നോക്കാൻ പറ്റുള്ളൂ. 3 ഡിജിറ്റ് ഇട്ട് കാര്യമില്ല, കാരണം ഗ്രാഫിന്റെ ഒരു അക്യുറസി 2 ഡിജിറ്റ് വരെയാണ്. അപ്പം നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫിലോട്ട് പോകുന്നു, എന്നിട്ട് സെഡിന്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നു. എത്രയാണ് സെഡിന്റെ വാല്യൂ? 0.33 ആണ്. അത്രേ നോക്കാൻ പറ്റുള്ളൂ, 2 ഡിജിറ്റ്. അപ്പം നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം. 0.33 ചെക്ക് ചെയ്യാം. 0.33 ചെക്ക് ചെയ്യുന്ന സമയത്ത് 0.33 ചെക്ക് ചെയ്യുന്ന സമയത്ത് ലിസൺ, 0.33 നേരത്തെ ചെക്ക് ചെയ്ത വാല്യൂ നമുക്ക് മാച്ച് കളയാം. 0.33 എല്ലാവരും നോക്കിയേ ടേബിൾ നോക്കിയേ. 0.33 എത്ര? 0.33 12.93%, അഥവാ 0.1293. 0.1293 0.1293. ഇനി എഗെയിൻ എൻ്റെ ചോദ്യം, ഈ 1293 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ഇട്ട് കൊടുത്തേ? 17ഉം 18ഉം ഇട്ട് കൊടുത്തേ. അപ്പൊ കിട്ടിയ പ്രോബിലിറ്റി എന്തിന്റെ ഇടയിലാ? 17ന്റെയും 18ന്റെ ഇടയിലാണ്. നമുക്ക് വേണ്ടത് അതാണോ? അല്ല. നമുക്ക് വേണ്ടത് എങ്ങനെ കിട്ടും? യെസ്, യു നോ ഇറ്റ്. റിക്വയർഡ് പ്രോബബിലിറ്റി is equal to 0.50 മൈനസ് 0.1293. കുറക്കേണ്ടി വരും. ഇപ്പം എത്രയാ? 0.50 മൈനസ് 0.1293, ദാറ്റ് ഈസ് 0.3707. 37.07% ചാൻസ്. യെസ്, ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്. അപ്പോൾ റെക്കോർഡിംഗ് പോസ് ചെയ്ത് എഴുതിയെടുത്തോളൂ. യെസ്, എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 0.5 കൂട്ടുന്നത്, 0.5 കുറയ്ക്കുന്നത്, അങ്ങനെ എല്ലാം കവർ ചെയ്യാണ് ഇതിൽ കേട്ടോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് ഡ്യൂ ഡേറ്റ് ഹാസ് അബൌട്ട് 90% ചാൻസ് ഓഫ് ബീങ് മെറ്റ്. 90% വർക്ക് തീരാൻ, 90% വർക്ക് തീരുന്ന ഡ്യൂ ഡേറ്റ് എന്നാണ്. ഏത് ഡേറ്റിലാണ് 90% വർക്ക് തീരുക? ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. 84.13% വർക്ക് എന്നാണ് തീരുക? 84.13% വർക്ക് എന്നാ തീരുക? 20 വീക്ക് കൊണ്ട്. നമ്മൾ 20 വീക്ക് കൊണ്ട് എത്ര ശതമാനം വർക്ക് തീരുന്ന് കണ്ടുപിടിച്ചില്ലേ? തിരിച്ചങ്ങോട്ടും ചോദിക്കാലോ. 84.13% വർക്ക് എന്നാ തീരുക? 20 വീക്ക് കൊണ്ട്. അപ്പം ഇതുവരെ നമ്മൾ ഡേ വെച്ച് പേഴ്സൻറ്റേജ് ആണ് പറഞ്ഞതെങ്കിൽ ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് പേഴ്സൻറ്റേജ് വെച്ച് ഡേ ആണ്. റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. യു ഗോട്ട് ദാറ്റ് പോയിന്റ് ബോയ്സ്, ഗേൾസ്? യു ഗോട്ട് ദാറ്റ് പോയിന്റ്? ഇതുവരെ നമ്മൾ ഡേ വെച്ച് പേഴ്സൻറ്റേജ് അല്ലേ പറഞ്ഞേ. ഇപ്പം നമ്മളോട് പേഴ്സൻറ്റേജ് വെച്ചിട്ട് എന്ത് ചോദിക്കുക? ഡേ ചോദിക്കുക. ശരി, നമുക്ക് റിവേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കാം. യെസ്, ഈ അവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴിയില്ലേ, ആ വഴിയിലൂടെ തിരിച്ച് അങ്ങോട്ട് നടന്നാൽ മതി. ഒരു പ്രാന്തനെ പോലെ തിരിച്ച് നടക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ എൻ്റെ ഹെഡിങ് അതാണ്. 5ാമത്തെ, ഡ്യൂ ഡേറ്റ് ഫോർ 90%. 90% ഡ്യൂ ഡേറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ പേഴ്സൻറ്റേജ് എവിടുന്നാണ് കിട്ടാറ്? ലാസ്റ്റ് അല്ലേ ആൻസർ വരാം. ഈ ഗ്രാഫിൻ്റെ അകത്തല്ലേ പേഴ്സൻറ്റേജ് കിട്ടുക അല്ലേ? അതിന് ഈ ഗ്രാഫിലാകെ 0.4998 വരെ വാല്യൂ ഉള്ളൂ. പിന്നെ എങ്ങനെ ഈ 90% നോക്കുക? അല്ലെങ്കിലും നമ്മൾ 0.5 കൂട്ടിയും കുറച്ചിട്ടൊക്കെ അല്ലേ ചെയ്യാറ് അവസാനം. അപ്പം ഈ 90% വന്നിട്ടുണ്ടെങ്കിൽ ആ 90% നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ആ 90% ആൻസർ വരാൻ കാരണം അതിൻ്റെ കൂടെ ഒരു 0.50 കൂട്ടിയതായിരിക്കും. അപ്പം ഇതിനൊരു 0.50 മാറ്റിയാൽ ബാക്കി എന്താ വരിക? 0.40. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? സെഡ് വാല്യൂ ഫോർ 90% തിരയുന്നതിന് പകരം സെഡ് വാല്യൂ ഫോർ 40% തിരഞ്ഞാൽ മതി.
Z value for 0.40 തിരഞ്ഞാൽ മതി. So that value for 0.40 is 0.40യുടെ Z value കിട്ടണം. 0.40യുടെ Z value കണ്ടുപിടിക്കാൻ നമ്മുടെ ടേബിളിൻ്റെ അകത്തോട്ട് വരിക. ടേബിളിൻ്റെ അകത്തോട്ട് വന്നിട്ട് ടേബിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരയുക. 0.40 എവിടെയും തിരയുക നമ്മൾ. യെസ്, നമ്മൾ തിരയാണ്. ഞാനിങ്ങനെ തിരയുമ്പോൾ ഇതേ കിട്ടി. ഇതേ ഇവിടെ ഒരു 0.4015 ഉണ്ട്. അത് 40യുടെ കൂടുതലല്ലേ? അത് 40% മീതല്ലേ? അപ്പോൾ അത് വേണ്ട. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പിടിക്കാം. ഏതാ? 0.39997. അതാകുമ്പോൾ കുഴപ്പമില്ല. തൊട്ട് താഴെ. അപ്പോൾ കറസ്പോണ്ടിങ് Z എന്താ? കറസ്പോണ്ടിങ് Z അതിൻ്റെ നേരെ ഉണ്ടാവും. കറസ്പോണ്ടിങ് Z അതിൻ്റെ നേരെ ഉണ്ടാവും. അപ്പോൾ കറസ്പോണ്ടിങ് Z നമ്മൾ നോക്കുകയാണ്. 0.3997ൻ്റെ കറസ്പോണ്ടിങ് Z. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1.28. 1.28. അപ്പോൾ Z വാല്യൂ ഫോർ 40%. 0.40 എത്രയാണ്? 1.28. It is 1.28. Is 1.28. അപ്പോൾ 1.28 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം വേർ Z is equal to x minus x bar by sigma. അപ്പോൾ Z 1.28 ആണ് കിട്ടിയല്ലോ. 1.28 ഈക്വൽ ടു x ആണല്ലോ അറിയാത്തത്, ഡ്യൂ ഡേറ്റ് ആണല്ലോ അറിയാത്തത്, x ബാർ 17 ആണല്ലോ, സിഗ്മ നമുക്കറിയാലോ 3 ആണല്ലോ. അപ്പോൾ എങ്ങനെ x കിട്ടുകയെന്ന് അറിയാലോ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ. സോ x minus 17 is equal to 3 into 1.28. x is equal to 3 into 1.28 plus 17, which is equal to 20.84. or നമ്മൾ അപ്രോക്സിമേറ്റ്ലി റൗണ്ട് ചെയ്യുമ്പോൾ 21 വീക്സ് എന്ന ആൻസർ വരും. ഫ്രണ്ടിലോട്ട് റൗണ്ട് ചെയ്യുക ഡേയ്സ് ആയതുകൊണ്ട്. അല്ലെങ്കിലും ഇവിടെ 8 ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഒരു 90% ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ ഏത് ശരി 21 വീക്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് പേഴ്സൻറ്റേജ് വെച്ച് ഡേ, മറ്റേതൊക്കെ ഡേ വെച്ച് പേഴ്സൻറ്റേജ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ ഇവന്റ് 5 in 9 weeks. ഇവന്റ് 5 9 വീക്ക് കൊണ്ട് തീരാനുള്ള ചാൻസ് എത്രേ? ഇവന്റ് 5നെ പറ്റിയാണ് ചോദിക്കണേ. ഏതാണ് ഇവന്റ് 5? നമ്മുടെ നെറ്റ്വർക്കിലോട്ട് വന്ന ഇവനാണ് ഇവന്റ് 5. അപ്പൊ ഇത്ര നേരം നമ്മൾ ആരെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്ര നേരം നമ്മൾ പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവന്റ് 6 ആണ്. കാരണം ഇവന്റ് 6 എത്തുമ്പോഴാണല്ലോ പ്രൊജക്റ്റ് തീരാ. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് ഇവന്റ് 6നെ പറ്റിയാണ്. പ്രൊജക്റ്റിനെ പറ്റി പറയുമ്പോൾ ആരെ പറ്റിയാ പറയണേ? ഇവന്റ് 6നെ പറ്റി. ഇപ്പൊ ആരെ പറ്റി നമ്മളോട് ചോദിക്കണേ? ഇവന്റ് 5നെ പറ്റി. അപ്പൊ ഇവന്റ് 5 വരെ ഒരു പ്രൊജക്റ്റ് ആയിട്ടും കണ്ടാൽ മതി. ഇതൊരു പുതിയ ക്വസ്റ്റൻ ആയിട്ട് അങ്ങ് ചെയ്യുക. ഇവന്റ് 5 വരെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് കണ്ടിട്ട് ഒരു പുതിയ ക്വസ്റ്റൻ ആയിട്ട് അങ്ങ് ചെയ്യുക. അഥവാ ഞാൻ ഇവന്റ് 5 വരെയുള്ള ഒന്ന് റീഡ്രോ ചെയ്യും. എന്താണ്? 1312 3525. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ 6ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി of completing the event 5 in 9 weeks. ഇവന്റ് 5 9 വീക്സ് കൊണ്ട് തീരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇവന്റ് 5നെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് അങ്ങ് കാണാം. അപ്പോൾ ഇവന്റ് 5 വരെ ഞാനൊന്ന് റീഡ്രോ ചെയ്യാണ്. 1 2 1 3 2 5 3 5. ഇവിടെ ഡ്യൂറേഷൻ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 6 ആണ്. പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ സുഖം. ആകെ 2 പാത്തല്ലേ ഉള്ളൂ. അതിൽ വലിയ പാത്ത്. അപ്പോൾ വലിയ പാത്ത് ഏതാ? ക്രിട്ടിക്കൽ പാത്ത് ഏതാ? ക്രിട്ടിക്കൽ പാത്ത്സ്. ഇതൊരു പ്രൊജക്റ്റ് ആയിട്ടും കണ്ടാൽ മതി. ഇവന്റ് 5നെ ക്രിട്ടിക്കൽ പാത്ത് 1 3 3 5 ആണ്. ഓക്കെ. അപ്പോൾ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയാം നമുക്ക്, വെറുതെ രസം. പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ഇവന്റ് 5 ആണ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ.
പ്രൊജക്ട് ഡ്യൂറേഷൻ 6 + 4 ആണ്, 10 ആണ്. ഓക്കെ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, SD ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പ്രൊജക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ആരെ മാത്രം ഉപയോഗിച്ചാൽ മതി? ക്രിട്ടിക്കൽ പാത്തിനെ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റി ആരൊക്കെയാണ്? ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റി ആരൊക്കെയാണ്? ഇതിലെ ആക്ടിവിറ്റി ആര് മാത്രമേ ഉള്ളൂ? 1, 3 ഉം 3, 5. 1, 3യുടെ വേരിയൻസ് എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം. ഒന്ന് ബുക്കിൽ ബാക്കിലോട്ട് നോക്കിയാൽ മതി. ബാക്കിലോട്ട് നോക്കും, ബുക്കിൽ 1 ആണ്, 3, 5ന്റെ 4 ആണ്. അപ്പോൾ ടോട്ടൽ 5 ആണ് വരുന്ന വേരിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു √5 ആണ്. √5 മീൻ 2.2361 ആണ്. 2.2361 ആണ്. ഓക്കെ, യെസ്. ഇപ്പം അവർക്ക് എന്താ അറിയണ്ടേ? എന്താവുമാർക്ക് അറിയണ്ടേ? ഈവൻ 5 9 വീക്കിൽ തീരുമെന്നല്ല അറിയണ്ടേ? ശരി, നമുക്കൊരു പ്രൊജക്റ്റായിട്ട് കാണാം. സെൻട്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ആണല്ലോ, ആവറേജ് ആണല്ലോ. ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചത് 10 വീക്ക് അല്ലേ? 10 9 വീക്സിൽ തീരുമെന്നല്ല അറിയണ്ടേ? 9 വീക്സ് പുറത്തല്ലേ വരിക. അപ്പോൾ 9 വീക്സിൽ തീരുക എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റിലോട്ടല്ലേ ഷെയ്ഡ് ചെയ്യുക. 9 വീക്സിൻ്റെ ഉള്ളിൽ തീരുവാണ് ലെഫ്റ്റിലോട്ടല്ലേ ഷെയ്ഡ് ചെയ്യുക. ഈ പഴയ പരിപാടി തന്നെ, നമ്മുടെ 3 സ്റ്റെപ്പ് ഓപ്പറേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് z ഈക്വൽ ടു x മൈനസ് x ബാർ ബൈ സിഗ്മ. എക്സ് എത്രയാ? 9. എക്സ് ബാർ എത്രയാ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എല്ലാം പുതിയതാ. 10. സിഗ്മ എത്രയാ? 2.2361. ഓക്കെ, 2.2361. ഇപ്പം ഒരു -1 ഡിവൈഡഡ് ബൈ 2.2361 is equal to -0.4472. നമുക്കറിയാം ഈ 4 ഡിജിറ്റ് ഒന്നും ഗ്രാഫിൽ ഉണ്ടാവില്ല, 2 ഡിജിറ്റ് ഉണ്ടാവുള്ളൂ. നമുക്കത് റൗണ്ട് ചെയ്യാം. -45 എന്നാക്കും. 4 ഡിജിറ്റ് അടിയിട്ടുള്ളൂ. പിന്നെ നമുക്കറിയാം മൈനസ് വാല്യൂ നമ്മൾ ഡീൽ ചെയ്യില്ല, പ്ലസ് എടുക്കുള്ളൂ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ സെഡിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക, അഥവാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ 0.45ൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക. 0.45ൻ്റെ 0.45ൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക. 0.45ൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാം. 0.45. യെസ്, പഴയ വാല്യൂ റേസ് ചെയ്തു. 0.45 ചെക്ക് ചെയ്യുമ്പോൾ 0.1736. അപ്പോൾ അതെ 0.1736. ഇനി നേരത്തെ ചോദിച്ച പോലെ ഈ 0.1736 എന്നുള്ള വാല്യൂ ഏതൊക്കെ വാല്യൂ ഇട്ടെടുത്തപ്പോഴാണ് കിട്ടിയത്? 9ഉം 10ഉം. അപ്പോൾ ഇത് എന്തിൻ്റെ ഇടയിലുള്ള പ്രോബബിലിറ്റിയാണ്? 9ൻ്റെയും 10ൻ്റെ ഇടയുള്ളത്. നമുക്ക് വേണ്ടത് അതാണോ? അല്ല. അപ്പോൾ എങ്ങനെ കിട്ടും? റിക്വയർഡ് പ്രോബബിലിറ്റി ഈക്വൽ ടു 0.50 minus 0.1736, which is equal to 0.3264, or we can say 32.64% chance. And that's end of the solution. Okay. ഇനി ഞാൻ മനഃപൂർവ്വം ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കട്ടെ. മനഃപൂർവ്വം നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലാരിറ്റി സ്ട്രോങ് ആകാൻ വേണ്ടി ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു. ഈ ഗ്രാഫല്ലേ ഞാൻ പ്രോബ്ലം ചെയ്യാൻ മൊത്തം ഫോളോ ചെയ്തത്? എൻ്റെ കയ്യിൽ വേറെയും ഗ്രാഫ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇതേ വേറൊരു ഗ്രാഫ് ഇരിക്കണം. ഓർ ഫസ്റ്റ് ഈ ഗ്രാഫ് എടുക്കുക. ഈ ഗ്രാഫാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ബുക്ക് എടുക്കുക, നോട്ട് എടുക്കുക, നിങ്ങളുടെ ഫ്രണ്ടിൽ വെക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റ് ഇൻ ദ പ്രൊജക്ട് 3 weeks earlier than expected. അല്ലേ? 3 weeks earlier than expected. അല്ലേ? അവിടെ എന്നിൻ്റെ വാല്യൂ -1 ആയിരുന്നില്ലേ? നമ്മൾ മൈനസ് വേണ്ട പ്ലസ് മതി എന്നിട്ട് മൈനസ് റിജക്റ്റ് ചെയ്യല്ലേ? റിജക്റ്റ് ചെയ്യണ്ട, മൈനസ് എടുത്തോ. മൈനസ് ഉള്ള ഗ്രാഫിൻ്റെ ഉണ്ട്. ആ സെഡിൻ്റെ വാല്യൂ -1 എന്ന വാല്യൂ ആയിട്ട് എൻ്റെ ഈ ഗ്രാഫിലോട്ട് പോവാം.
ഈ ഗ്രാഫിലോട്ട് പോവാം. സെഡിൻ്റെ വില എത്രയാ? -1. -1ൻ്റെ നേരെ വന്ന് നോക്കുക. ദേ -1ൻ്റെ നേരെ വന്ന് നോക്കുക. നേരെ കിടക്കണ വാല്യൂ എത്രയാ? 15.87, which means you are directly getting the answer. ഇതെന്താ സാറേ സംഭവം? അപ്പൊ ഏത് ഗ്രാഫാ ഞങ്ങൾ ഫോളോ ചെയ്യണ്ടേ? ആ ഗ്രാഫാ ഈ ഗ്രാഫാ? കൺഫ്യൂഷൻ ഉണ്ടാക്കൽ എൻ്റെ ലക്ഷ്യം. അതൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിന് ആവശ്യമാണ്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 0.3413യുടെ കൂടെ 0.5 കൂട്ടിയിട്ടല്ലേ നമുക്ക് 0.8413 കിട്ടിയേ? എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ. 1 എന്നിൻ്റെ വാല്യൂ 1 കേട്ടോ. എന്നിൻ്റെ വാല്യൂ 1 അല്ലേ? എന്നിൻ്റെ വാല്യൂ 1 അല്ലേ? ഇതേ എൻ്റെ ഗ്രാഫിലോട്ട് വാ. ഞാനിതേ പോസിറ്റീവ് 1 അല്ലേ എൻ്റെ വാല്യൂ? ഞാൻ എടുക്കുന്ന ഗ്രാഫ് വേറെയാണ്. ഇതേ ഞാൻ എടുക്കുന്ന ഗ്രാഫ് ഇതാണ്. എത്ര എന്നിൻ്റെ വാല്യൂ? 1 അല്ലേ? ഇതേ 1 10 എത്ര വാല്യൂ? 0.8413. ഡയറക്റ്റ് ആൻസർ ഗ്രാഫിൽ നിന്ന്. കൺഫ്യൂഷൻ ആയി അല്ലേ? ഈ കൺഫ്യൂഷൻ എങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഗ്രാഫ് ഇപ്പം എന്തായാലും എക്സാമിന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നത് എങ്ങനെ? ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 10-12 കൊല്ലമായി. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ സിയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഒരു നല്ല ക്ലാരിറ്റിയില്ല ക്വസ്റ്റ്യനെ കൊണ്ടുപോകുന്നത്. റൈറ്റിലോട്ടുള്ള ഷെയ്ഡ്, ലെഫ്റ്റിലോട്ടുള്ള ഷെയ്ഡ്, റൈറ്റും ലെഫ്റ്റുമുള്ള ഷെയ്ഡ്, ആ ഗ്രാഫിൻ്റെ ഷെയ്ഡ് അവരിങ്ങനെ എല്ലാ കൺസെപ്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഡേ വെച്ച് പെർസെൻറ്റേജ് വെച്ച് ഡേ, ലാസ്റ്റ് ഇവൻറ്റ്, ഇടയിലെ ഇവൻറ്റ്, അങ്ങനെ മൊത്തം കൺസെപ്റ്റ് കിട്ടുന്ന ഒരു സിംഗിൾ പ്രോബ്ലം അത്. അപ്പോൾ ഈ ഒരൊറ്റ പ്രോബ്ലം പഠിക്കുന്നതോടുകൂടി ഈ ടോപ്പിക് ഒരു കാര്യമായിട്ടൊരു ഫിനിഷായി എന്നർത്ഥം. അപ്പോൾ ഞാൻ 10-12 കൊല്ലമായി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യും. ഈ ക്വസ്റ്റ്യൻ റിസൾട്ട്ലി CMA എക്സാമിനൊന്നും പിള്ളേർ ഭയങ്കര ഹാപ്പിയായി ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, എൻ്റെ മെറ്റീരിയൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടെന്ന് കൊണ്ട് ഞാൻ തള്ളി. 10-12 കൊല്ലമായി ചെയ്യണം, ഇപ്പോഴാണ് വന്നത്. അപ്പോൾ അതൊരു നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അവിടെ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ QT പോർഷൻ, അതിൽ ഇതേ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതാ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. ജോബ്സൺ പേരൊക്കെ മാറ്റിയെന്നുള്ളൂ, ബാക്കി വാല്യൂ ഒക്കെ സെയിം തന്നെ. എന്നിട്ട് ഇതേ നമ്മളോട് ചോദിച്ച ചോദ്യമൊക്കെ, ഡിസൈൻ ദ പ്രൊജക്ട് നെറ്റ്വർക്ക്, ഇൻഡിക്കേറ്റ് ഓൾ പാത്ത് ത്രൂ ഇറ്റ്, അനലൈസ് എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ വേരിയൻസ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. എത്ര മാർക്ക് നോക്കിയേ? 14 മാർക്ക് കേട്ടോ, 14 മാർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്, 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പ്രോജക്ട് ലെങ്ത്. Probability of the project will be completed at least 3 weeks earlier than expected. എന്താ അവർ പറഞ്ഞു നോക്കിയേ? ഇതാണ് അവർ സെഡിൻ്റെ ടേബിൾ. ഈ സെഡിൻ്റെ ടേബിൾ പറഞ്ഞ ഡയലോഗ് നോക്കിയേ. Z = 0 to Z, which means എങ്ങനെ മനസ്സിലാക്കണം എന്നറിയോ? ഞങ്ങൾ പറഞ്ഞ വാല്യൂസ് എല്ലാം കണ്ടോ, സെൻട്രൽ വാല്യൂ ആയ Z = 0, സെൻട്രൽ എപ്പോഴും Z = 0 ആയിരിക്കും. സെൻട്രൽ വാല്യൂ ആയ Z = 0 മുതൽ റേറ്റിലോട്ടാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കും, സാറ് റേറ്റിലോട്ട് എന്ന് എങ്ങനെ മനസ്സിലായത്? ഇവിടെ പ്ലസ് Z എന്നല്ലേ പറഞ്ഞിരിക്കണേ, ഇവിടെ Z പ്ലസ് അല്ലേ, മൈനസ് ആണ്. ഇവിടെ എന്തിടുമായിരുന്നു? മൈനസ് ഇടുമായിരുന്നു. ഇവിടെ മൈനസിലല്ലോ. അപ്പോൾ ഞങ്ങൾ തന്ന വാല്യൂസ് എല്ലാം സെൻട്രൽ നിന്ന് റൈറ്റിലോട്ടാട്ടോന്ന്, ഇങ്ങോട്ടാട്ടോ ഫുൾ ഷെയ്ഡ് എന്നാണ് അവർ പറയണത്. ഇങ്ങോട്ടാണ് ഫുൾ ഷെയ്ഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ Z = 0 ആണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആദ്യത്തൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ നമുക്ക് നോക്കാം. ഇത് വെച്ചിട്ടാ ഈ ഒരു ടേബിൾ ഇത് വെച്ച് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും കൊടുക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതല്ലേ, പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റ് ഇൻ ദ പ്രോജക്ട് 3 weeks earlier than expected അല്ലേ? 3 weeks earlier than expected അല്ലേ? അപ്പോൾ നോക്കിയേ, 3 weeks earlier than expected എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താ? ഈ ഒരു ഷെയ്ഡ് റീജിയൻ അല്ലേ, ഈ ഒരു ഭാഗമല്ലേ നമുക്ക് കിട്ടണ്ടേ അല്ലേ? അപ്പം അവര് Z = 0 മുതൽ റൈറ്റിലോട്ടാണ് വന്നിക്കണേ. അപ്പോൾ ഈ ഗ്രാഫിന് സിമ്മട്രി ഉള്ളതുകൊണ്ട് തന്നെ ലെഫ്റ്റിലെ വാല്യൂ പറയാൻ എവിടെ പറഞ്ഞാൽ മതി? റൈറ്റിൽ പറഞ്ഞാലും മതി. ഇപ്പോൾ ഈ പോർഷന് പകരം ഈ പോർഷൻ പറഞ്ഞാൽ പോരെ?
രണ്ടും ഒന്ന് തന്നെയല്ലേ? സിമ്മെട്രി ആണല്ലോ. നെഗറ്റീവ് സൈഡ് പറഞ്ഞതിന് പകരം എന്ത് സൈഡ് പറഞ്ഞാലും മതി, പോസിറ്റീവ് സൈഡ് പറഞ്ഞാലും മതി. അപ്പൊ അവര് നമ്മളോട് പറയാണ് 1ന് z ഈക്വൽ ടു 1, z ഈക്വൽ ടു 1, z ഈക്വൽ ടു 1ന്റെ വാല്യൂ ഞങ്ങൾ 34.13 തന്നിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, ഇതാണ് z ഈക്വൽ ടു 1, ഇതാണ് z ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് z ഈക്വൽ ടു 1 പോയിന്റ്. ഞങ്ങൾ 0 മുതൽ 1 വരെയുള്ള വാല്യൂ ആട്ടോ തന്നിക്കണേ എന്നാണ് ഇപ്പോൾ അവരാ പറയണത്. അതാണ് ഈ ഡയലോഗിലൂടെ പറയണേ. ഞങ്ങൾ 0 മുതൽ 1 വരെയുള്ള വാല്യൂ ആട്ടോ തന്നിരിക്കണേ, നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ എടുത്തോന്ന്. നമുക്ക് വേണ്ടത് ആക്ച്വലി എന്താ? നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷനല്ലേ? ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ പറഞ്ഞാലും പോരെ. അപ്പം നിങ്ങൾ പറയും 0.5 കുറയ്ക്കണ്ടേ, 0.5 കുറയ്ക്കണ്ടേ. ഐ റിപ്പീറ്റ് മക്കളെ, കൺഫ്യൂഷൻ ആവല്ലേ. വെരി ഡേഞ്ചറസ് പാർട്ട്. അവസാനം കൊണ്ട് ഈ കലോടക്കരുത് കേട്ടോ. ലിസൺ വെരി കെയർഫുള്ളി. നമുക്ക് തൽക്കാലം നിങ്ങളുടെ കൺഫ്യൂഷനെ കുറക്കാൻ വേണ്ടി നമ്മൾ പ്ലസ്സിലാ പറയുന്നത്, നമ്മൾ അസ്യൂം ചെയ്യാം. വൺസ് അഗെയിൻ, നമുക്ക് വേണ്ടത് ഇതാണ്, അവര് തന്നത് ഇതാണ്. എങ്ങനെ മനസ്സിലായി മക്കളെ? 0 to 1 പറഞ്ഞുകൊണ്ട്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാറിന് സെൻറ്റർ Z0 എന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? അത് പറഞ്ഞുതരാം. ചിലർ അങ്ങനെ ചോദിക്കാറുണ്ട്, സാറിന് എങ്ങനെ മനസ്സിലായി സെൻറ്റർ ആണ് Z0 എന്ന്? അതെങ്ങനെ ഇപ്പോൾ സാറിന് മനസ്സിലായി ചിലർ ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, സെൻറ്റർ നമ്മൾ എന്താ എഴുതാറ്? 17 എന്നല്ലേ എഴുതാറ്? സെൻറ്റർ വാല്യൂ നമ്മൾ എന്താ എഴുതാറ്? 17 വീക്ക് എന്നല്ലേ എഴുതാറ്? അല്ലേ എഴുതാറ്? എന്താ സെഡിന്റെ ഇക്വേഷൻ? എക്സ് മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ എന്നല്ലേ? അപ്പൊ എക്സിനൊന്ന് 17 കൊടുത്തു നോക്ക്. എക്സിന് 17 വെറുതെ കൊടുക്ക്. അപ്പൊ എക്സ് ബാർ എന്താ? അതും 17 തന്നെ. സിഗ്മ എന്താ? 3. 0/3 എന്താ? 0 തന്നെ. അപ്പൊ ഇത് ഏത് പോയിന്റാ? Z ഈക്വൽ ടു 0 പോയിന്റാ. Z1 പോയിന്റ് ഉണ്ടാവും, Z2 പോയിന്റ് ഉണ്ടാവും, Z3 പോയിന്റ് ഉണ്ടാവും. മാക്സിമം ഏത് വരെ പോവുള്ളൂ? 3 വരെ പോവുള്ളൂ. ഇവിടെ -1 ഉണ്ട്, Z -1 ഉണ്ട്, Z -2 ഉണ്ട്, Z -3 ഉണ്ട്. അപ്പൊ ഈ ഗ്രാഫ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത്? -3 മുതൽ +3 വരെ. ക്ലിയർ ആണോ? അപ്പൊ Z0 എന്ന് പറഞ്ഞ സെൻറ്ററാ, 1 എന്ന് പറഞ്ഞ റേറ്റാ, 2 എന്ന് പറഞ്ഞ റേറ്റാ, 3 എന്ന് പറഞ്ഞ റേറ്റ്. അത്രേ പോവുള്ളൂ. 3 സിഗ്മേ ഉള്ളൂ. -1, -2, -3 ഇത്രേ വേരി ഉള്ളൂ നോർമലി. ഓക്കെ, അപ്പൊ നമുക്കതേ അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അടുത്ത വാല്യൂ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. മനസ്സിലാവാത്തൊരു വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതിട്ടാ. നോ മോർ ദാൻ 3 വീക്ക് ലേറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. നോ മോർ ദാൻ 3 എന്തായിരുന്നു നമ്മുടെ ആൻസർ? ഇതേ വിത്തിൻ 20 വീക്സ് അല്ലേ? നമ്മുടെ ആൻസർ എന്തായിരുന്നു? 84. 0.3413 വേണ്ടേ? അപ്പൊ 1ന്റെ വേണ്ട, 1ന്റെയാണ് വേണ്ടത്. 1ന്റെ 0.3413 അവർ തന്നിട്ടുണ്ട്. അപ്പോൾ വണ്ണിന്റെ വാല്യൂ 0.3413. നമുക്ക് 1 ആണല്ലോ, Z1 ആണല്ലോ നമുക്ക് കിട്ടിയത്. നോക്കി, Z നമുക്ക് എത്ര കിട്ടി? 1 കിട്ടിയത്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ മുമ്പിൽ എടുക്കും. Z1 കിട്ടിയത്. നിങ്ങളുടെ മുമ്പിൽ എടുത്താ Z1 കിട്ടിയത്. അപ്പൊ ഈ 1 നമ്മൾ എവിടെ നോക്കുക? ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നോക്കുക. നമ്മുടെ ടേബിളൊന്നും ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് 1ന് എന്താ കിടക്കണേ? 1ന് കിടക്കണേ 0.3413. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? ഇവന്മാര് വാല്യൂ തന്നിരിക്കുന്നത് Z ഈക്വൽ ടു 0 മുതൽ Z ഈക്വൽ ടു നമ്മൾ എത്ര 20, 20യുടെ എത്ര 1 അല്ലേ? അപ്പൊ അപ്പൊ 17ഉം 20ഉം ആണ്. അപ്പൊ Z ഈക്വൽ ടു 0 മുതൽ Z ഈക്വൽ ടു 1 വരെയാണ് ഇവന്മാര് വാല്യൂ തന്നിക്കണേ. ഇതാണ് ഇവന്മാര് വാല്യൂ തന്നിക്കണേ. എനിക്ക് വേണ്ടത് ഫുൾ ഷെയ്ഡ് ആണ് അല്ലേ? നമുക്ക് വേണ്ടത് ഫുൾ ഷെയ്ഡ് അല്ലേ? ഫുൾ ഷെയ്ഡ് നമുക്ക് വേണ്ടത്. അപ്പൊ 0.5 കൂട്ടണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഡ്യൂ ഡേറ്റ് 18 വീക്ക് ആണെങ്കിൽ അത് മീറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? അപ്പോൾ 18 വീക്കിന്റെ Z തരണം. ഓക്കെ, അപ്പോൾ 18 വീക്കിന്റെ 18 വീക്ക് നമ്മൾ ഇട്ടുകൊടുത്തപ്പോൾ എന്താ കിട്ടിയ നമുക്ക്? 18 വീക്ക് ഇട്ടുകൊടുത്തപ്പോൾ എന്താ കിട്ടിയേ? 18 വീക്ക് ഇട്ടുകൊടുത്തപ്പോൾ എന്താ കിട്ടിയേ? ഈ വാല്യൂ കിട്ടിയേ 0.333.
ഇന്ന് നമുക്ക് വേണ്ട ഷെയ്ഡ് എങ്ങട്ടാ? നോട്ട് മീറ്റിംഗ് ആണ്. നോട്ട് മീറ്റിംഗ് ആണ്. അപ്പൊ നോട്ട് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ട് കിട്ടണ്ടേ? നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കിട്ടണ്ടേ? ഇവന്മാരെ ഇവിടുന്ന് എവിടുക്ക തരാ? ഇവന്മാർ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ തരാ? ഈ ഒരു സെൻട്രീന്ന് ഇങ്ങോട്ടല്ലേ ഇവന്മാര് തരാ? അല്ലേ? ഓക്കെ. അപ്പൊ അതെ എന്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ പോയിന്റ് ഏതായിരുന്നു? 0.333. ഇതേ 0.333 വാല്യൂ വന്നിട്ടുണ്ട്. 0.1293 ആണ്. 0.333 നോക്കിയേ, 0.333 ഇതേ 0.33 വാല്യൂ വന്നിട്ടുണ്ട്. 0.1293 ആണ്. ഓക്കെ.